നമസ്കാരം. നമുക്ക് മലമ്പുഴയെക്കുറിച്ച് സംസാരിക്കാം. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉറച്ചു കോട്ടയെന്നറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് മാറി. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ബ്ലൂപ്രിന്റ് സ്ട്രാറ്റജീസിന്റെ ഈ വിശകലനത്തിൽ നമ്മൾ ഒരു പക്ഷത്തും നിൽക്കുന്നില്ല. കണക്കുകൾ എന്താണ് പറയുന്നത് എന്ന് മാത്രം നോക്കുകയാണ്. കേരളത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു കാർഷിക മണ്ഡലമാണ് മലമ്പുഴ. കടൽത്തീരമില്ല, പകരം കുന്നുകളും നെൽപ്പാടങ്ങളും ഒരു വലിയ ഡാമും. ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ പ്രതീക്ഷകൾ, രാഷ്ട്രീയം എല്ലാത്തിനെയും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം എന്നു പറയുന്നത് ഈ മണ്ണിനോടും വെള്ളത്തിനോടും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ വിശകലനവുമായി മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ആദ്യം മലമ്പുഴയുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കും. പിന്നെ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് കടക്കും, ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കും. അവസാനം ഇതിൽ നിന്നെല്ലാം പഠിച്ച പാഠങ്ങൾ വെച്ച് ഭാവിക്കായുള്ള ഒരു കർമ്മപദ്ധതിയും ചർച്ച ചെയ്യും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ മലമ്പുഴയുടെ മണ്ണും മനസ്സും ഒന്ന് അറിയാൻ ശ്രമിക്കാം. ആരാണ് ഈ ജനങ്ങൾ? അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കാണുന്ന കണക്കുകൾ നോക്കൂ. മലമ്പുഴയിലെ സാമൂഹിക ഘടന വളരെ സവിശേഷമാണ്. ഏകദേശം 68% ഹിന്ദുക്കളാണ്. പക്ഷേ 29% വരുന്ന മുസ്ലിം സമൂഹം ഒരു നിർണായക ശക്തിയാണ്. ഇനി ഹിന്ദു വിഭാഗത്തിനുള്ളിൽ തന്നെ ഈഴവ, നായർ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ള വോട്ടുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിവുള്ളതാണ്. ഈയൊരു സാമൂഹിക ഘടന മനസ്സിലാക്കാതെ നമുക്ക് മലമ്പുഴയുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ കണക്കുകൾക്കപ്പുറം മനുഷ്യരുണ്ട്, അവരുടെ ജീവിതമുണ്ട്, അവരുടെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ ഇവയാണ്. വേനലാകുമ്പോൾ വെള്ളമില്ലാത്ത കിണറുകൾ, ജോലിയില്ലാതെ ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ നിസ്സഹായത, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, രാത്രിയായാൽ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുമോ എന്ന പേടി, ഒരു പനി വന്നാൽ പോലും ദൂരെയുള്ള ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥ. ഇവയൊന്നും വെറും പരാതികളല്ല, വർഷങ്ങളായി പരിഹാരം കാത്തുകിടക്കുന്ന ഭരണപരമായ വീഴ്ചകളാണ്. ശരി, ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ചിലപ്പോ നമ്പറുകൾക്ക് നല്ല അടിപൊളി കഥകൾ പറയാൻ പറ്റും. മലമ്പുഴയുടെ രാഷ്ട്രീയ മനസ്സ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെ മാറിയെന്ന് ഈ നമ്പറുകൾ നമുക്ക് പറഞ്ഞുതരും. -10.6%. ഇതൊരു ചെറിയ വീഴ്ചയല്ല. 10 വർഷത്തിനുള്ളിൽ ഭരണകക്ഷിയായ CPIM-ന് അവരുടെ വോട്ട് വിഹിതത്തിൽ ഇത്രയും വലിയൊരു കുറവ്. ഒരു ഉറച്ച കോട്ടയിൽ എങ്ങനെയാണ് ഇങ്ങനൊരു വിള്ളൽ വീണത്? ഇത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. അതേസമയം തന്നെ മറ്റൊരു വലിയ മാറ്റം നടക്കുന്നുണ്ടായിരുന്നു. 30.7%. 10 വർഷം മുൻപ് ചിത്രത്തിലെ ഇല്ലാതിരുന്ന BJP 2021 ആയപ്പോഴേക്കും മണ്ഡലത്തിലെ ഒരു പ്രധാന ശക്തിയായി മാറി. ഇത് കളിയുടെ നിയമങ്ങളെ തന്നെ മാറ്റിയെഴുതി. എന്നാൽ ഏറ്റവും വലിയ ആഘാതം സംഭവിച്ചത് മറ്റൊരിടത്താണ്. -18.1%. പരമ്പരാഗത പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിലുണ്ടായ ഭീമമായ ഇടിവാണിത്. പ്രതിപക്ഷത്തിന് അതിന്റെ ഇടം നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോ ഈ ചാർട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന 3 കാര്യങ്ങളുണ്ട്. 1. ഭരണകക്ഷിയുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടുന്നു. 2. ഒരു പുതിയ ശക്തി വലിയൊരു മുന്നേറ്റം നടത്തുന്നു. 3. പരമ്പരാഗത പ്രതിപക്ഷം ദുർബലമാകുന്നു. ഇതാണ് മലമ്പുഴയിലെ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഈ കണക്കുകളെല്ലാം ഓരോ വോട്ടറുടെയും ശബ്ദമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പൊതുസംഭാഷണങ്ങൾ അറിവോടും ഉത്തരവാദിത്വത്തോടും കൂടി നടത്തണമെന്നാണ്. കാരണം ഇത് കേവലം വാക്കുകളല്ല, ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തസ്സാണ് പ്രധാനം. ഇതുവരെ നമ്മൾ കണ്ടത് എന്ത് സംഭവിച്ചു എന്നാണ്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് ഈ മാറ്റങ്ങളുടെയും എല്ലാം യഥാർത്ഥ കാരണം? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമാകുന്നത്. ഒരു വശത്ത് നോക്കിയാൽ VS അച്യുതാനന്ദന്റെ വലിയ പാരമ്പര്യവും ശക്തമായ പാർട്ടി സംവിധാനവും അവർക്കുണ്ട്. പക്ഷേ മറുവശത്തെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ വന്ന വീഴ്ചയും പുതിയ നേതൃത്വത്തിന് വേണ്ടത്ര പരിചയമില്ല എന്ന തോന്നലുമുണ്ട്. ഈ ഒരു ബാലൻസിലാണ് നിലവിലെ നേതൃത്വം മുന്നോട്ടു പോകുന്നത്. അപ്പോ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? ഒന്ന്, സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ട്, പക്ഷെ അത് സമയത്തിന് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. 2, വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല. 3, കാലാകാലങ്ങളായി കൂടെ നിന്നിരുന്ന ചില സമുദായങ്ങൾ പുതിയ രാഷ്ട്രീയ വഴികൾ തേടുന്നു. നാലാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാരണം തങ്ങളുടെ പരാതികൾ കേൾക്കാനും
പരിഹരിക്കാനും നല്ലൊരു സംവിധാനമില്ല എന്ന തോന്നലാണ്. ഈ മാറ്റങ്ങളൊന്നും പെട്ടെന്നൊരു ദിവസമുണ്ടായതല്ല. നമുക്ക് പിന്നോട്ട് നോക്കാം. 2011 മലമ്പുഴ ഒരു സുരക്ഷിത കോട്ടയായിരുന്നു. 2016 ആയപ്പോഴേക്കും ബിജെപിയുടെ വരവോടെ കളി മാറി. 2021 അതൊരു ശക്തമായ ത്രികോണ മത്സരമായി ഉറച്ചു. ഇതൊരു മാരത്തൺ ആയിരുന്നു, സ്പ്രിന്റ് അല്ല. ഓക്കെ, നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു, കാരണങ്ങൾ പഠിച്ചു. ഇനി എന്ത്? വെറുതെ പ്രശ്നം പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ, ഇതിനൊരു പരിഹാരം വേണം. എങ്ങനെ മലമ്പുഴയുടെ ഭാവിക്കായി വ്യക്തവും പ്രവർത്തനക്ഷമവുമായ ഒരു ജനകീയ പദ്ധതി തയ്യാറാക്കാം എന്നു നോക്കാം. ഒരു രാഷ്ട്രീയ വിജയം നേടാൻ ഒരു തന്ത്രം വേണം. നമുക്കതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ശിവനെപ്പോലെ ആക്രമിക്കാനും വിഷ്ണുവിനെപ്പോലെ സ്ഥിരത വാഗ്ദാനം ചെയ്യാനും പലരും ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു യഥാർത്ഥ ബദലാകാൻ ബ്രഹ്മാവിനെപ്പോലെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കണം. ദുർഗയെപ്പോലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കണം. ഈ 4 മുഖങ്ങളും ഒരുമിപ്പിക്കുമ്പോഴാണ് ശരിയായ മാറ്റം വരുന്നത്. അപ്പോ പരിഹാരം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന്. യുവാക്കൾക്ക് ജോലി, സ്ത്രീകൾക്ക് സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും, കർഷകർക്ക് അവരുടെ വിളകൾക്ക് ഉറപ്പുള്ള വിലയും സംരക്ഷണവും, തിരികെ വന്ന പ്രവാസികൾക്കൊരു കൈത്താങ്ങൽ. ഓരോ വിഭാഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വേണ്ടത്. വെറും വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടാനാവില്ല. അവർക്ക് കാണാൻ കഴിയുന്ന, തൊട്ടറിയാൻ കഴിയുന്ന മാറ്റങ്ങൾ വേണം. ഉദാഹരണത്തിന്, ഉടൻ തുടങ്ങാവുന്ന 3 കാര്യങ്ങൾ. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി വാളയാർ പദ്ധതി പൂർത്തിയാക്കുക. മലമ്പുഴ ഗാർഡൻ നവീകരിച്ച് ആ നാടിനൊരു ഉണർവ് നൽകുക. ഒരു സാധാരണ PHCയെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കി മാറ്റുക. ഇവയൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന മാറ്റങ്ങളായിരിക്കും. ഈ പദ്ധതികളുമായി ജനങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ശേഖരിക്കുന്ന ജനങ്ങളുടെ വിവരങ്ങൾ നമ്മുടെ വിജയത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല, അത് ബഹുമാനത്തോടും അവരുടെ പൂർണ്ണ സമ്മതത്തോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ്. വിശ്വാസം എന്നത് നമ്മൾ അവരുടെ വിവരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. അതാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ അടിത്തറ. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എന്താണ് മലമ്പുഴയുടെ മുന്നിലുള്ള വഴി? മലമ്പുഴ ഒരു നിർണായകമായ വഴിത്തിരിവിലാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരോടൊപ്പം നിന്ന് നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് മലമ്പുഴയുടെ ഭാവി ആരെഴുതും? അത് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ ശബ്ദം ഏറ്റവും നന്നായി കേൾക്കുന്ന, രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ പുരോഗതി എന്ന ഒരൊറ്റ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ആ നേതാവായിരിക്കും. നിങ്ങൾക്കും ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം mgr@blueprintstrategies.ai അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം 08042041602. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാകണം.